പ്രേക്ഷകരോട് അറിഞ്ഞവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അറിയാത്തവർ ഇത് കേൾക്കുക. 6 വരി പാതയാണുള്ളതെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ 3 വരിയിൽ വാഹനങ്ങൾ പോകുന്നുവെന്നിരിക്കട്ടെ. ഒന്നാമത്തെ വരി എന്ന് പറയുന്നത്, അതായത് സൈഡിനോട് ചേർന്നുള്ള വരി, ഒന്നാമത്തെ വരിയിൽ വേഗം കുറഞ്ഞ വാഹനങ്ങളാണ് പോകേണ്ടത്. സാധാരണ നമ്മുടെ സ്വകാര്യ ബസ്സുകളൊക്കെ ആണെങ്കിൽ ആ ബസ്സിന് നിശ്ചിത വാഹന വേഗപരിധി ഉണ്ടെങ്കിൽ ആ വേഗത കുറഞ്ഞ വാഹനങ്ങളൊക്കെ ഓട്ടോറിക്ഷയാണെങ്കിലും മറ്റു വാഹനങ്ങളാണെങ്കിലും എല്ലാം പോകേണ്ടത് ഈ ഒന്നാമത്തെ വരിയിലൂടെയാണ്. അപ്പോൾ ആ വാഹനങ്ങൾ സാവധാനം പോവുക, അതിനാർക്കും തടസ്സമില്ല. ഇനി ഒന്നാമത്തെ വരിയിൽ പോകുന്ന സമയത്ത് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രം രണ്ടാമത്തെ വരിയിലേക്ക് നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം മാത്രം കയറി ഓവർടേക്ക് ചെയ്തതിനു ശേഷം വീണ്ടും നിങ്ങൾ ആ ഒന്നാമത്തെ വരിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. എന്നാൽ അതേസമയം രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് കുറച്ചുകൂടി വേഗത കൂടിയ വാഹനങ്ങൾക്ക് പോകാൻ, ഇപ്പോൾ ട്രക്ക്, ദീർഘദൂര ലോറികൾ വരുന്നു, ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്നു, അങ്ങനെയുള്ള വാഹനങ്ങൾ, KSRTC ബസ്സുകൾ, മറ്റു ദീർഘദൂര ബസ്സുകൾ വരുന്നു. അത്തരം വാഹനങ്ങളൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ പോകുന്നു എന്നിരിക്കട്ടെ, നമ്മുടെ സ്വകാര്യ കാറുകളൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ, അതായത് മധ്യത്തിലെ വരിയിലൂടെ പോവുക എന്നുള്ളതാണ് വേഗത കൂടുതൽ വാഹനങ്ങൾ. ഇനി മൂന്നാമത്തെ വരിയോ, നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ വരിയാണെന്ന് എനിക്കറിയാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ കൂടുതലും. മൂന്നാമത്തത് എമർജൻസി വാഹനങ്ങൾ പോകുന്നതിനോ രണ്ടാമത്തെ വരിയിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് മറികടന്നു പോകുന്നതിനോ ഓവർടേക്ക് ചെയ്യുന്നതിനോ വേണ്ടി മാത്രമേ നമ്മൾ മൂന്നാമത്തെ വരി ഉപയോഗിക്കാൻ പാടുള്ളൂ. സാധാരണ രീതിയിൽ മൂന്നാമത്തെ വരി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതായത് ഈ ഓവർടേക്കിങ്ങിനല്ലാതെ എമർജൻസി വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി അല്ലാതെ വാഹനങ്ങൾ ഉപയോഗിച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പിഴ ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ഇവിടെയും ആ പിഴ പരിപാടിയൊക്കെ കൊണ്ടുവന്നു, കാര്യമായിട്ട് നടപ്പിലാവുന്നില്ല. മിക്കവാറും ട്രക്കുകളൊക്കെ പോകുന്നത് ഈ മൂന്നാമത്തെ വരിയിലൂടെയാണ്. ആ മൂന്നാമത്തെ വരിയിലൂടെ ഒരു കാരണവശാലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാനല്ലാതെ എമർജൻസി സാഹചര്യങ്ങളിലല്ലാതെ വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.